coming over. I don't care if people find out. They say that we're no good together and it's never gonna work out. But baby, you got me moving too fast. 'Cause I know you wanna be back, girl. When you're looking like that, I can't hold back. 'Cause you got this. ഫ്ലൈയല്ലടി അതിങ്ങനെ തിരിയും 3D അവിടെ തള്ളിപ്പോകുന്നത്. അതാണ് ഇല്യൂഷൻ. പക്ഷേ ഇത് ശരിക്കും അടിപൊളി സാധനമായിട്ടുണ്ടാ. അല്ല അല്ല നേരെ നിൽക്കുമ്പോൾ പിക്ചറല്ലേ, സ്ട്രൈറ്റ് നിൽക്കുമ്പോൾ പക്ക പിക്ചർ. ഒരു 3D കാണിച്ച് പറ്റിച്ചോര്. ഞങ്ങൾ 3D ആർട്ട് കാണാൻ വന്നേക്കാണ്. അത് ചൈന ബസാറുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടിലൊരു ചൈന ബസാറുണ്ട്. ഇതിൻ്റെ ഇവിടെയാണ് 3D ആർട്ട്, 3D AR ആർട്ട് ഇൻ പാരഡൈസ്. ലാർജസ്റ്റ്. ഓക്കെ 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 അല്ലടി, അതായത് നമുക്കിതൊരു കുത്തികൾക്കിട്ട് ചെയ്ത് വെക്കണേ. പക്ഷെ നമുക്കിതിന് ശരിക്കും ഒരു പ്രൊജക്ഷൻ തോന്നും, ഒരു പ്രത്യേക ആംഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ. 1 മണിക്കൂറടി. ഇതിനൊക്കെ ഒരു 3D ഫീൽ ഉണ്ടെന്ന് നോക്കി അമ്മ നോക്കിയെന്ന് കുറച്ച് നേരം മനസ്സിലായ. അതെനിക്ക് ലവ അയച്ചു തന്നു, പക്ഷെ എനിക്കത് കണ്ടിട്ടൊന്നും തോന്നിയില്ല. വീഡിയോ അല്ല ഇല്യൂഷൻ ലൈൻ ലെങ്ത്. അത് എനിക്ക് മനസ്സിലായി. ജജ്ജനിയുടെ കഴുത്ത് അറുത്തുവച്ചിരിക്കുകയാണ്. കുറച്ചൊരു താന്നേ നീ, ഷോൾഡർ താത്ത്. കണ്ണാടി ഷോൾഡർ താത്തികളാ, കഴുത്ത് മാത്രം മുകളിൽ കിട്ടെ. ഇത് ആന ക്ലോസറ്റിലിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ എടുക്കണുണ്ടാ. അതാ പെയിൻറ്റിങ്ങിൻ്റെ കൊണ്ട് അത് പുറത്തേക്ക് തുമ്പിക്കേറ്റായിട്ട് തോന്നല്ലേ. അതൊക്കെയാണ് 3D സംഭവങ്ങൾ. പുറത്തേക്ക് തോന്നണ്ട. എന്താണ് ഓർമ്മ? ഷാഡോ ആണ് ആളെ പുറത്തായിട്ട് ഫീൽ ചെയ്യണത്. അവരെ കേട്ട നീന്തി പുറത്തേക്ക് പോകുന്നു. അതാ ഷാഡോൻ്റെ ആണത്. നീരാളി പിടിച്ച് കുഞ്ഞോടെ നിൽക്കണമെങ്കിൽ നിന്നോട്ടോ. കറക്റ്റ് പോരാളി ഷാജി. അങ്ങോട്ടെടുക്കുമ്പോ നിറഞ്ഞു പോകും. ഇത് ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളുടെ പടങ്ങളുള്ള ഇത് മൊണാലിസാനെ ഓരോരുത്തരും. ഇനിയൊക്കെ മൈക്കലാഞ്ചലോൻ്റെ സംഭവങ്ങളാണ്. അങ്ങനെയല്ല, നല്ല 3D ഫീൽ. തലച്ചോടത്ത് പോയി ചെല്ല്. കിരീടധാരണം രജനിക്ക് പൊക്ക ഇച്ചിരി കുറവുണ്ട്. ഇനി ഇതൊക്കെ എൻ്റെ സ്ഥിരം വർക്കുകളാണ്. Have your beautiful memories here.
നീ നടന്നത് ഇത് നിലത്താണ്, നിലത്ത്. കുഞ്ഞു സൂപ്പർ കുഞ്ഞു. ചെറിയ എടി അവരാരും ഈ വീഡിയോ ഷൂട്ടിങ്ങിനൊരു ഇത് പറയുകയാണെങ്കിൽ അപ്പം തന്നെ പറയണം കേട്ടോ. ഞാൻ ചിലപ്പോൾ വീഡിയോ എടുത്ത് പോകാറുണ്ടേ. 20 ആ ഒരു ഫ്രൈ ചെയ്ത് തരും. വേണോ? വേണോ? ഇത് ഈ കാടമുട്ട വേണി മേടിച്ചു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് പനീറാ. ഈ കാടമുട്ട നാളെ മേടിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചു. 50 രൂപ. അപ്പോൾ ഒരു മുട്ടയ്ക്ക് എത്ര ആശാ? സ്ട്രീറ്റ് ഫുഡ് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഹോട്ടലിലുണ്ട്. മറ്റേതാണ് എടി എന്നിട്ട് അവർ ഇതെടുത്തില്ലല്ലോ. ഇത് വെറുതെ ഉണ്ടെന്നാണോ? ഇപ്പോൾ കാടമുട്ടയിലൊരു കലാപരിപാടി നടത്താമെന്ന് പറഞ്ഞു. നല്ലതായിട്ടുണ്ട് കേട്ടോ. നടന്നോളൂ. നമ്മളിപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറേ കാശ് മണിക്ക് കഴിച്ചുകൊണ്ടെല്ലാം മേടിക്കും. അവിടെ ഈ സാധനമൊക്കെ ഫ്രീ ആയിട്ടിരിക്കണം. അവിടെ ലിക്കറുണ്ട്. ചക്ക, നമ്മുടെ നാട്ടിലെ ചക്ക, മാങ്ങ. എടി മാങ്ങയ്ക്ക് 80 ബാത്തോ. മാങ്ങ വേണമെങ്കിൽ മേടിക്കാം. നമുക്ക് 80 ബാത്തോ ഒടുക്കത്തെ വിലയുള്ള മാങ്ങയല്ലേ. ഞങ്ങളങ്ങനെ തായ്ലൻഡ് ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് നേരെ പോയത് വേറൊരു സ്ട്രീറ്റിലേക്കാണ്. അത് ഒരു സെക്സ് ടൂറിസത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇത് പട്ടായ ബീച്ചിൻ്റെ ഒരു ഏരിയ ആണ്. ഇതിൻ്റെ വൺ സൈഡ് ഇങ്ങനെ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മസാജ് സെൻറ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബീച്ച് സൈഡിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സ്ത്രീകൾ നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് ശരിക്കും അവർ തൊഴിൽപരമായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതാണ്. അവരുടെ കമ്പാനിന് വേണ്ടിയിട്ട് പലരും ഇവിടെ വന്നിട്ട് ഫോറിനേഴ്സ് പ്രത്യേകിച്ച് അവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരാഴ്ചത്തേക്കൊക്കെ അവിടുന്ന് പെൺകുട്ടികളെ ഇങ്ങനെ റെൻറ്റ് ചെയ്യണ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട്. ഈ സിറ്റിക്ക് ഇങ്ങനെ ഒരു സംഭവം വരാൻ കാരണം ആദ്യം ഈ തായ്ലൻഡിലേക്ക് വരുന്നത് ടൂറിസം 20-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വ്യാപാരത്തിൻ്റെ ആവശ്യത്തിന് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊരു വ്യാപകമായിട്ടുള്ള രീതിയിലൊന്നും ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിയറ്റ്നാം യുദ്ധം നടന്നപ്പോൾ, അതായത് 1960-70 കാലഘട്ടത്തിൽ ആ ഒരു 10 വർഷ ഗ്യാപ്പിൽ വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് US ബേസിലെ മിലിറ്ററി സോൾജേഴ്സ്
അവരുടെ റിക്രിയേഷണൽ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു യുദ്ധത്തിൻ്റെ ഇടയിൽ ഒരു വിശ്രമവേളകളിലൊക്കെ അവർ വരുന്ന ഒരു ഹബ്ബായി മാറിയത്, അവരുടെ എൻജോയ്മെൻറ്റ് റിക്രിയേഷൻ ഏരിയയായി. അപ്പോൾ അവരിവിടെ വന്ന സമയത്ത് അവർ നൈറ്റ് ലൈഫിൻ്റെ കൂടെ അവരുടെ മറ്റുള്ള നീഡ്സും കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുമായിട്ട് ഉള്ളൊരു സംഭവങ്ങളൊക്കെ വന്നതോടുകൂടിയാണ് ഇത് ഇത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലറായി മാറി. ഇത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോലും സെക്സ് ടൂറിസത്തിൽ ഫേമസ് ആയിട്ട് ഈ പട്ടായ എന്ന് പറഞ്ഞ സിറ്റി മാറുകയും അപ്പോൾ അതൊരു ഏത് ലെവലിലായാലും നല്ലതിനായാലും ചെയ്താലും ആ രീതിയിൽ ഭയങ്കര പ്രശസ്തമായിട്ട് സത്യത്തിൽ ഇവിടെ ഇത് നിയമപരമായിട്ട് കുറ്റകരമായ അല്ലെങ്കിൽ അത് നിയമാനുസൃതം നടക്കുന്ന ഒരു കാര്യമല്ല ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത്. പക്ഷേ ഒളിഞ്ഞും പറഞ്ഞൊക്കെ തന്നെ ആണെങ്കിലും വളരെ പ്രകടമായ രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇതിനെ ഒരു സമയത്ത് ഇതിങ്ങനെ വളരെ വ്യാപകമാക്കി കഴിഞ്ഞപ്പോൾ സർക്കാർ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ രാജാവ് ഒരു ഇലക്ടഡായിട്ടുള്ളൊരു ഭരണകൂടം ഉണ്ട് അവിടെ. അപ്പോൾ അവർ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശിക്ഷകളൊക്കെ ഘടിപ്പിച്ചു. കൊച്ചുകുട്ടികൾക്കും എതിരേക്കുള്ള അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ശിക്ഷാ നടപടിയും കാര്യങ്ങളൊക്കെ ആരംഭിച്ചതോടുകൂടി ഇത് വളരെ അതുപോലെ സെക്സ് വർക്ക് നടക്കുന്ന അവരുടെ ബോധവൽക്കരണം, അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്തതോടുകൂടി ഇവിടെ അത് ചെയ്യുന്നവരുണ്ടെന്ന് ഉള്ളതല്ലാതെ അത് വളരെ മോശമായ രീതിയിലൊന്നും ഈ സമൂഹത്തെ ഒന്നും ബാധിച്ചിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫാമിലി എല്ലാവരും വന്ന് ഈ പരിപാടി ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഇത് മാത്രമല്ല ഉള്ളത്. ഞങ്ങൾ ഈ ട്രിപ്പിൽ അതിൻ്റെ ഒരു 100% ഒരു 90% വേറെ കാര്യങ്ങളാണ്. ഒരു 10% താഴെ മാത്രമാണ് ഈ തായ്ലൻഡ് ഇത്രയും നമ്മൾ കാണുന്ന രീതിയിലുള്ള ആ ഒരു സെക്സ് ടൂറിസത്തിന് പ്രാധാന്യമുള്ളൂ. പിന്നെ കബാന ഹബ്ബുകൾ ഒരുപാടുണ്ട്. അത് ലീഗലായിട്ട് തന്നെ ഇവിടെ നമുക്ക് പഫ് എടുക്കാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ ആസ്വദിക്കാം. ഇവിടെ ഫാമിലിയായിട്ട് വന്നാലും ആസ്വദിക്കാനായിട്ട് ഒരുപാട് ഏരിയകളുണ്ട്, ഒരുപാട് കാണാനുണ്ട്. പിന്നെ ഈ പട്ടായ പോലെ ഭാഗങ്ങൾ മാത്രമാണ് ഇത്രയും ഈ ഒരു ഇതിന് ഈ മസാജും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത്. ഇവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ ഫുക്കറ്റ് പോയി കഴിഞ്ഞാലോ ക്രാബി പോയാലും വേറൊരു ഇതാണ് പറയുക ഫിഫി ഐലൻഡോ അല്ലെങ്കിൽ പായ് എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ഏരിയ ഉണ്ട്. തായ്ലൻഡ് ഇങ്ങനെ കിടക്കാണ് വിശാലമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഞങ്ങളിപ്പോൾ ഈ ബാങ്കോക്കും പട്ടായം മാത്രമാണ് ഈ ഒരു ട്രിപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.